സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം തുടരുന്നു. ഇന്നലെ മാത്രം 8 മരണം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി പകർച്ചപ്പനി വ്യാപനം തുടരുന്നു. ഇന്നലെ മാത്രം 8 മരണമാണ് പകർച്ചവ്യാധിയിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. 6 പേർക്ക് ഷിഗല്ല രോഗവും 150 പേർക്ക് ഡെങ്കിപ്പനിയും ഇന്നലെ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ ആരോഗ്യമേഖല പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം പാളിയതാണ് സംസ്ഥാനത്തെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അയോധ്യ ക്ഷേത്ര സംഭാവന കൊള്ളക്കേസിൽ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു. പ്രതിദിനം 6 മുതൽ 8 ലക്ഷം രൂപ വരെ തട്ടിപ്പ് നടന്നതായിട്ടാണ് കണ്ടെത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രതിദിനം നഷ്ടപ്പെട്ട പണത്തിന്റെ ഏകദേശ കണക്ക് വ്യക്തമായെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. തട്ടിപ്പ് പുറത്തു വന്നതിന് മുൻപ് ക്ഷേത്ര ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ദിവസേന ശരാശരി 16 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെ എത്തിയിരുന്നു. എന്നാൽ കേസ് പുറത്തു വന്നതിന് ശേഷം ഈ തുക 24 മുതൽ 26 ലക്ഷം വരെയായി ഉയർന്നു. ഡൽഹി സർവകലാശാലയിൽ അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ കബളിപ്പിക്കുകയും വ്യാജരേഖകൾ ചമയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ 3 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ കോടതി നിർദ്ദേശം. തട്ടിപ്പിനിരയായവർ ഇനിയും ഉണ്ടോ എന്ന് കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി പരാതി. സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിംഗിനെയാണ് കുട്ടി വിവരം പുറത്തു പറഞ്ഞത്. പ്രായപൂർത്തിയാകാത്ത 8 പേരാണ് കേസിലെ പ്രതികൾ എന്നാണ് സൂചന. 6 പേരെ തിരിച്ചറിഞ്ഞു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും രാഷ്ട്രീയ വർഗീയ ചേരുതിരികളും നടക്കുന്നതായി ഗുരുതരമായ ആരോപണം. BJP നേതാവ് പത്മജ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്ന വീഡിയോ വാർത്താ സമ്മേളനത്തിൽ നടി മാലാ പർവതി പ്രദർശിപ്പിച്ചു. അദാനി ഗ്രൂപ്പിൽ നിന്ന് താരസംഘടനയ്ക്ക് 15 കോടി രൂപ സംഭാവനയായി ലഭിക്കുമെന്ന ഈ വീഡിയോയിൽ പത്മജ അവകാശപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് പറഞ്ഞ് ശ്വേതാമേനോൻ 2 കോടി രൂപ വാങ്ങിയെന്നും നടിമാർ പറഞ്ഞു. നെടുമ്പുഴയിൽ കോർപ്പാലത്ത് വോട്ട് മറിഞ്ഞ് കാണാതായ 2 യുവാക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. കല്ലൂർ സ്വദേശിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുമാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പാടശേഖരത്തിൽ നിന്ന് കണ്ടെടുത്തത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്ന വ്യവസ്ഥയുണ്ടെന്നും നിലവിൽ നടന്നിട്ടുള്ളത് ആലോചിച്ച് തീരുമാനിച്ച കച്ചവടമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഒറ്റയ്ക്കോ കൂട്ടായോ 25% മുകളിൽ ഓഹരി കൈമാറുന്നതിന് മുൻകൂർ അനുമതി വേണം. അദാനിക്ക് എങ്ങനെ സർക്കാരിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റം നടത്താനുള്ള ധൈര്യം കിട്ടി എന്നും അദ്ദേഹം ചോദിച്ചു. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ കനത്ത മഴയിൽ 3 പേർ മരിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം സംസ്ഥാനത്തെ 112 ആയി ഉയർന്നു. കാൻഗ്ര, ഷിംല ജില്ലകളിൽ ഓരോരുത്തർ വീതവും ഷോക്കേറ്റും മാണ്ഡി ജില്ലയിൽ ഒരാൾ ഉയരത്തിൽ നിന്ന് വീണുമാണ് മരിച്ചത്. ഈ മൺസൂൺ സീസണിൽ ഇതുവരെ ഏകദേശം 1527 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ലോകകപ്പിൽ ആരാധകരെ മുൻനിരയിൽ നിർത്തിയ ആവേശ പോരാട്ടിൽ കേപ്പ് വെരിയറുടെ കടുത്ത വെല്ലുവിളി മറികടന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. നിശ്ചിത സമയത്തും അധിക സമയത്തുമായി ഇരു ടീമുകളും ആഞ്ഞു പൊരുതിയ മത്സരത്തിൽ 2-നെതിരെയാണ് 3 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ നാടകീയ വിജയം. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.